യുറേഫ നാഷണൽ ലീഗിന്റെ ഗ്രൂപ്പ് എ പോർച്ചുഗൽ ക്രൊയേഷ്യ പോരാട്ടം. ബെൻഫിക്ക സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളെ സാക്ഷിയാക്കി കളിയുടെ 34-ാം മിനിറ്റിൽ റൂനോ മെൻഡിസ് നൽകിയ ക്രോസ് റൊണാൾഡോ വലയിലെത്തിക്കുമ്പോൾ ചരിത്രം പിറക്കുകയായിരുന്നു. പറങ്കിപ്പടയുടെ നായകൻ തന്റെ കരിയറിലെ 900-ാമത്തെ ഗോളാണ് സ്കോർ ചെയ്തത്. 900 ഗോൾ എന്ന അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ പ്ലെയറായി റൊണാൾഡോ. 1236 കളികളിൽ നിന്നാണ് താരം ഈ നേട്ടം കൈവരിക്കുന്നത്. ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഫുട്ബോൾ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മികച്ച സ്ട്രൈക്കർ. ഏതൊരു പ്രതിരോധ നിരയും തകർക്കാൻ കഴിവുള്ള പറങ്കിപ്പടയുടെ നായകൻ. സർ അലക്സ് ഫെർഗൂസന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കാനിറങ്ങിയ അതേ ആവേശത്തിൽ തന്റെ 39-ാം വയസ്സിൽ ഫുട്ബോൾ മൈതാനങ്ങൾ കീഴടക്കുന്ന, കാലുകളിൽ നിന്ന് റോക്കറ്റ് കണക്കെ പന്ത് പായിക്കുന്ന, ഒരു മനുഷ്യന് അസാധ്യമെന്ന് തോന്നിക്കുന്ന ഹൈറ്റിൽ നിന്ന് ഹെഡ് ചെയ്യുന്ന ക്രിസ്റ്റിയാനോ റൊണാൾഡോ അതൊരു അത്ഭുത പ്രതിഭാസമാണ്. 2002-ൽ തന്റെ 17-ാം വയസ്സിൽ സ്പോർട്ടിങ്ങിന് വേണ്ടി തുടങ്ങിയ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ. വിങ്ങറായി തുടക്കം. എന്നാൽ കരിയർ തുടക്കത്തിൽ തന്നെ തിരിച്ചടി. ആദ്യ 4 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. എന്നാൽ 5-ാം മത്സരത്തിൽ സ്പോർട്ടിങ്ങിനായി സ്ട്രൈക്കറായി ഇറങ്ങിയ താരം 2 ഗോളുമായി തന്റെ ഗോൾ വേട്ട ആരംഭിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനു വേണ്ടിയും ജുവന്റസിനു വേണ്ടിയും ഇപ്പോൾ അൽ നാസറിന് വേണ്ടിയുമെല്ലാം ഗോൾ മഴ തീർത്ത റൊണാൾഡോ ശരിക്കും തന്റെ വിശ്വരൂപം കാണിച്ചത് റയൽ മാഡ്രിഡിനു വേണ്ടിയായിരുന്നു. 438 കളികളിൽ നിന്നും 450 ഗോളാണ് താരം സ്വന്തമാക്കിയത്. 131 ഗോളുകളാണ് താരം പോർച്ചുഗലിന് വേണ്ടി സ്കോർ ചെയ്തത്. ഇന്റർനാഷണൽ ഫുട്ബോളിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമെന്ന റെക്കോർഡും റൊണാൾഡോയ്ക്ക് സ്വന്തം. തന്റെ കരിയറിന് അവസാനം കുറിക്കുമ്പോഴേക്കും 1000 ഗോൾ എന്ന അപൂർവ നേട്ടവും കൈവരിക്കാൻ റൊണാൾഡോയ്ക്ക് സാധിക്കും. അത്രയും ഫിറ്റ്നസോടെയാണ് താരം ഇന്ന് കളിക്കളത്തിൽ കാണപ്പെടുന്നത്. മെസ്സിയേക്കാൾ കേമനാണോ അല്ലയോ എന്ന ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം പകരം വെക്കാൻ കഴിയാത്ത നാമമാണ് CR7.